അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഖത്തറിൻ്റെ ക്ലാസ് തുടരുകയാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഒരു ഹാലിനെ സംബന്ധിച്ചാണ്. ഹാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് അതൊരു നിക്റായ ഇസ്മായിരിക്കും. അതിലെന്താണ് ഒരു സിഫത്തിൻ്റെ മാന ഉണ്ടാവും. അതൊരു ഇസ്മിൻ്റെ മാക്കബിളുള്ള ഇസ്മിൻ്റെ ഹൈഅത്തിനെ രൂപത്തൊന്ന് ബയാൻ ചെയ്യാൻ വേണ്ടി വരുന്ന ആളാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് സാഹിബ് ഹാൽ ഉണ്ടാവും. ആർക്ക് വേണ്ടിയാണോ അത് വന്നത്, ആർക്ക് വേണ്ടിയാണോ ഹാല് വന്നത്, ആള് സാഹിബുൽ ഹാൽ, ഹാലിൻ്റെ സാഹിബ്. ഇൻഷാ അല്ലാഹ് നോക്കാം. വലമ്മ ഫറഗ വിരമിച്ചപ്പോൾ, ഒഴിവായപ്പോൾ, മിൻ ദിക്രിൽ മഫ്ഊലാത്തി മഫ്ഊലാത്തുകളെ പറയുന്നതിൽ നിന്നും ലമ്മ ഫറഗ മുസന്നിഫ് ഒഴിവായപ്പോൾ, ഷറഅ തുടങ്ങി, മുസന്നിഫ് തുടങ്ങി, ഫി ദിക്രി ബഖിയത്തിൽ മൻസൂബാത്തി ബാക്കിയുള്ള മൻസൂബാത്തുകളെ പറയാൻ തുടങ്ങി, അത് പറയുന്നതിൽ ആരംഭിച്ചു. ഫഖാല എന്നിട്ട് മുസന്നിഫ് പറഞ്ഞു, വമിനൽ മൻസൂബാത്തി മൻസൂബാത്തുകളിൽ പെട്ടതാകുന്നു അൽ ഹാലു ഹാലാകുന്നത്. വയുസ്താമൽ ഈ ഹാലി എന്നുള്ളത് അതിൻ്റെ എന്താ മുസക്കറൻ വ മുഅന്നസ്, അതിൻ്റെ ലഫ്ദിൻ്റെ മുസക്കറും മുഅന്നസൊക്കെ ആയിട്ട് ഉപയോഗിക്കും. അത് ഹാലിൻ്റെ പ്രത്യേകതയാണ്. മുസക്കറായിട്ട് ഹാലത്ത് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഹാല് എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ അതിൻ്റെ ലഫ്ദിൽ എന്താക്കലുണ്ട്, മുസക്കറായിട്ട് മുഅന്നസായിട്ടൊക്കെ ഉപയോഗിക്കലുണ്ട്. പിന്നെ വഹുവ നൗആനി, ഈ ഹാൽ എന്ന് പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട്. മുഅക്കിദത്തുൻ, മുഅക്കിദും ഉണ്ട്, അല്ല മുഅസ്സിസത്തുണ്ട്. മുഅസ്സിസത്ത് അല്ല മുബയ്യിനത്ത് എന്നൊക്കെ പറയും. മുഅക്കിദ് പറഞ്ഞാൽ തൗക്കീദ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. കാരണം മുഅക്കിദ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പറയൽ എന്താ, വഹിയല്ലത്തി യുസ്തഫാദു മാനാഹാ ബിദൂനി ദിക്രിഹാന. ഈ മുഅക്കിദായ ഹാലിനെ പറയാതെ തന്നെ അതിൻ്റെ മാനയെ നമ്മൾ മാക്കബിൽ നിന്ന് ഫായിദ എടുക്കാൻ പറ്റും. ഇപ്പോൾ ഖുർആനിൽ വലാ തഅസൂ ഫിൽ അർദി മുഫ്സിദീൻ, അവിടെ മുഫ്സിദീൻ ഹാല് മുഅക്കിദായ ഹാലാണ്. കാരണം ആ മുഫ്സിദീൻ പറയാതെ തന്നെ അതിൻ്റെ മാന മാക്കബിൽ നമുക്ക് എടുക്കാൻ പറ്റും. വലാ തഅസൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്നാ. പിന്നെ ഇപ്പോൾ മുഫ്സിദീൻ എന്ന് പറയുമ്പോൾ ഒന്ന് തൗക്കീദാ, ആ മാന തന്നെ മാക്കബിൽ നിന്ന് കിട്ടുന്നുണ്ട്. മനസ്സിലായോ? അതാണ് മുഅക്കിദ് എന്ന് പറഞ്ഞത്. വസയഅതി ഇൻഷാ അല്ലാഹ് വരും. വ മുഅസ്സിസത്തുൻ, മുഅസ്സിസായതുകൊണ്ട്. മുഅസ്സിസായത് എന്ന് പറഞ്ഞാൽ എന്താ, അതവിടെ കൊടുത്തിട്ടുണ്ട്. വഹിയ മാ ലാ യുസ്തഫാദു ബിദൂനി ദിക്രിഹാ, അതിനെ പറയാതെ, ഹാ എന്ന് പറഞ്ഞാൽ മുഅസ്സിസായ ഹാലിനെ പറയാതെ ഫായിദ എടുക്കപ്പെടൂല. ഇപ്പോൾ ജാ മുഹമ്മദുൻ ഖായിമൻ എന്ന് പറഞ്ഞാൽ അത് മുഅസ്സിസായ ഹാലാണ്. വഹദ്ദ, അതിന് താരീഫ് ഇട്ട് മുസന്നിഫ് ബി അന്നഹു, ഏതുകൊണ്ട്, ബി അന്നഹു തീർച്ചയായും അത് വസ്ഫുൻ, ഹാലാണ് വസ്ഫുൻ ഫദ്ല, ഒരു ഫദ്ലയായ വസ്ഫാണ്, ഉംദയല്ല. വഹി അതെന്തായിരിക്കും, ഈ ഫദ്ലയായ വസ്ഫ് എന്തായിരിക്കും, വഹിയ ഇത് അൽ വാഖിഉ ബഅദ തമാമിൽ ജുംല പൂർണ്ണമായതിനു ശേഷമാണ് സംഭവിക്കുക. യഖഉ ഫി ജവാബി കൈഫ, കൈഫാന്റെ ജവാബിലാണ് അത് കൈഫന്റെ ജവാബിൽ അത് സംഭവിക്കും. കാരണം ഹൈഅത്തിനെ ബയാൻ ചെയ്യാനാണല്ലോ. അപ്പോൾ കൈഫ എന്ന ചോദ്യത്തിന് മറുപടി ആയിട്ട് പറയാൻ പറ്റുന്ന അർത്ഥം. അപ്പം ഇനി ഇഹ്തിറാസുകൾ പറയാണ്. ഫഖറജ ബിൽ ഫദ്ല, ഫദ്ലയായ വസ്തു വിശേഷണമെന്ന് പറഞ്ഞതുകൊണ്ട് പുറത്തുപോയി. നഹു അൽ ഖായിമു സൈദുൻ വസൈദുൻ ഖായിമും പോലത്തത് ഔട്ടായി. കാരണം ഇവകളൊക്കെ മുത്തഖബർ, ഇവ രണ്ടും എന്താ, അത് ഉണ്ടകളാണ്, അത് ഒഴിച്ചുകൂടാൻ പറ്റൂല, ഫദ്ലയല്ല. അപ്പോൾ അൽ ഖായിമു സൈദുൻ വസൈദുൻ ഖായിമും പോലത്തതൊക്കെ ഔട്ടായി. വബിമാ ബഅദഹ, അതിന് ശേഷം പറഞ്ഞതുകൊണ്ട്, വസ്ഫുൻ ഫദ്ലത്ത് എന്ന് പറഞ്ഞല്ലോ, അതിന് ശേഷമുള്ള ഒന്നുകൊണ്ട്, ഏതാ, വഹിയൽ വാഖി ബഅദ തമാമിൽ ജുമഅത്തി യഖഉ ഫി ജവാബി കൈഫ എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് പുറത്തുപോയി. നഅത്ത് പുറത്തുപോയി. നഹു റഅയ്തു റജുലൻ ഫാദില, റഅയ്തു ഞാൻ കണ്ടു, റജുലിനെ കണ്ടു, ഫാദിലായ റജുലിനെ കണ്ടു. അതേപോലെ തന്നെ തമ്യീസും പുറത്തുപോയി. നഹു ലില്ലാഹി ദർറുഹു ഫാരിസ. എന്താ അപ്പം അങ്ങനെ പുറത്തുപോയി എന്ന് പറയാൻ കാരണം നമുക്കറിയാം. അപ്പോൾ അവിടെ ഈ ഹാലിൻ്റെ അവസ്ഥ എന്താ, ഹാലി എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ മാക്കബിലുള്ള, അല്ലെ സാഹിബ് ഹാലിൻ്റെ ആ ഹൈഅത്തിൻ്റെ രൂപത്തെ ബയാൻ ചെയ്യാനാണ്. അത് ഖസ്ദാണ്, അത് ഉദ്ദേശമുണ്ട്, ഖസ്ദിയാണ്. അപ്പോൾ ഈ ഹാലി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ആ ഹൈഅത്തിനെ ബയാൻ ചെയ്യാൻ വേണ്ടിയാണ്, അത് ഖസ്ദിയാന്ന് പറഞ്ഞു. നേരെ മറിച്ച് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ, റഅയ്തു റജുലിനെ ഞാൻ കണ്ടു, ഫാദിലൻ എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശം എന്താ ഉള്ളൂ, അവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് ഹൈഅത്തിന്, ആ റജുലിനെ കണ്ടു. അപ്പോൾ ആ റജുലിൻ്റെ ഹൈഅത്ത് എന്താണ്, എൻ്റെ രൂപം, ആ ഹൈഅത്തിനെ ബയാൻ ചെയ്യാനല്ല ഫാദിൽ എന്ന് വന്നത്. മറിച്ച് എന്താണ്, അതിനൊന്ന് തഖ്സീസ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്, അതിനൊന്ന് തഖ്സീസാക്കുക എന്ന ഒരു ഉദ്ദേശമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ എന്താണ്, ഉള്ളിൽ ആ ഹൈഅത്തിനെ ബയാൻ ചെയ്യുക എന്നുള്ളത് അതിൻ്റെ എന്താണ്, ദിമ്നിയായിരിക്കും, അതിൻ്റെ ഉള്ളിലുള്ളതായിരിക്കും. പക്ഷെ അത് ഖസ്ദിയല്ല, ഉദ്ദേശമല്ല. മനസ്സിലായോ? അതേപോലെ തന്നെ തമ്മീസും പുറത്തു പോകും. നഹു ലില്ലാഹി ദർറുഹു ഫാരിസ, അത്
ഈ ലില്ലാഹി ദർറുഹു എന്ന് പറയൽ എന്താ പറഞ്ഞാൽ എന്തൊരു കഴിവ് എന്ന നിലക്ക് ഒരു അജബ് ആശ്ചര്യം നമ്മൾ പ്രകടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് എന്തൊരു കഴിവ് എന്ന അർത്ഥത്തിൽ. ദർറ് പറഞ്ഞാൽ പാല, ശരിക്കും എന്താ ലില്ലാഹി ദർറുഹു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എന്താണ് മേന്മ, ഹൈർ എന്ന അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് അർത്ഥം. അപ്പോൾ എന്തൊരു കഴിവ് എന്ന അർത്ഥത്തിൽ അജബിന് വേണ്ടി ഉപയോഗിക്കുന്നതാണത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പം എന്താ തെമ്മീസ് ഇവിടെ വന്നെന്ന് പറഞ്ഞാൽ അത് അവിടെ ആ മുതഅജ്ജബ് മിൻഹു, ആ അത്ഭുതം പെടുന്ന കാര്യം അതിനൊന്ന് ബയാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് മസ്കൂറിനെ, അതിനെ തമ്മീസിനെ. മനസ്സിലായില്ലേ? മുതഅജ്ജബു മിൻഹുവിനൊന്ന് ബയാൻ ചെയ്യാൻ വേണ്ടി. മറ്റേത് റജുലിനൊന്ന് എന്താണ് തഖ്സീസ് ചെയ്യാൻ വേണ്ടിയാണ്, തഖ്സീസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിലൊക്കെ എന്താ ഹൈഅത്ത് ബയാൻ ദുംനിയാണ്, ഖസ്ദിയല്ല. മറ്റേത് നമ്മൾ ഉദ്ദേശം തന്നെ എന്താണ്, അത് ഹൈഅത്തിനെ ബയാൻ ചെയ്യാനാണ്. അപ്പോൾ അതൊക്കെ ഔട്ടാവും. ഏത് ഹാല് ഹൈഅത്തിനെ ബയാൻ ചെയ്യാനാണ്. അപ്പോൾ ഇതൊക്കെ ഔട്ടായി. വത്തഅത്തിൽ ഹാലു മിനൽ ഫായിലി, ഇനി എന്തെന്നൊക്കെ ഹാല് വരുമെന്ന് പറയാണ്. വത്തഅത്തിൽ ഹാല് വരും മിനൽ ഫായിലി, ഫായിൽ നിന്ന് വരും. ഒക്കെ അതുപോലെ ജാ സെയ്ദുൻ റാക്കിബൻ, ജാ സെയ്ദ് വന്നു റാക്കിബ എന്ന നിലയിൽ. അപ്പോൾ സെയ്ദ് എന്ന സെയ്ദാണ് സാഹിബ് ഹാല്, ഫായിലാണ്. അപ്പോൾ ആ സെയ്ദിൻ്റെ ഹൈഅത്ത് ബയാൻ ചെയ്തു റാക്കിബ എന്ന നിലയിലാണ്. വമിനൽ മഫ്ഊലി, മഫ്ഊലിൽ നിന്ന് വരും അതുപോലെ ദറബത്തുൽ ലിസ്സ, കള്ളനെ ഞാൻ അടിച്ചു, മക്തൂഫൻ നാമം വെക്കപ്പെട്ട നിലയിൽ, ആ കള്ളനെ തന്നെ നാമം വെക്കപ്പെട്ട നിലയിൽ. അൽ ലിസ്സ സാഹിബ് ഹാല് മഫ്ഊലും ബിഹിയാണ്, അതിൻ്റെ ഹൈഅത്തിനെ ബയാൻ ചെയ്യാണ് മക്തൂഫൻ. ഇനി വമിൻ ഹുമാ മഅൻ, അവ രണ്ടെന്നും ഒരുമിച്ചുണ്ടാവും, അവ രണ്ടൊന്നും ഒരുമിച്ചായിട്ട്, അതായത് ഫായിലിനും മഫ്ഊലിനും. എങ്ങനെ? നഹ്വു ലഖീതുഹു, ഞാനവനെ കണ്ടുമുട്ടി, റാക്കിബൈനി. അപ്പോൾ ലഖീത്തു എന്ന ഞാൻ എന്ന ഫായിലിൻ്റെയും ഹു അവനെ എന്ന രണ്ടാം കൂടിയുള്ള ഹാലാണ് റാക്കിബൈനി. ഞങ്ങൾ രണ്ടുപേരും റാക്കിബായ നിലയിൽ, ഞാൻ അവനെ കണ്ടുമുട്ടി, ഞങ്ങൾ രണ്ടുപേരും എന്താ ഞാനും അവനും റാക്കിബായ നിലയിൽ നിന്നാണ്. ഇവിടെ ഇത്ര പറഞ്ഞിട്ടുള്ളൂ സാഹിബു ഹാല്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് എന്തെന്നും വരും സാഹിബു ഹാല് നായിബു ഫായിൽ നിന്ന് വരും. ഇപ്പോൾ തുക്കലുൽ ഫാക്കിഹ, ഫാക്കിഹത്ത് തിന്നപ്പെടും, നാദിജത്തൻ, അത് തന്നെ നാദിജായ നിലയിൽ. അതേപോലെ തന്നെ സാഹിബു ഹാല് എന്താ ചിലപ്പോൾ ഖബറാവും, സാഹിബു ഹാല് ഖബറാവും. ഇപ്പോൾ ഫീല് പറഞ്ഞു, ഫായില് പറഞ്ഞു, മഫൂല് പറഞ്ഞു, നൈബ് ഫായിൽ പറഞ്ഞു. അതുപോലെ തന്നെ സാഹിബു ഹാൽ എന്തോ ആകും? ഖബറും ആവും. ഇപ്പോൾ ഹാദൽ ഹിലാലു താലിയൻ, ഇത് ഹിലാലാകുന്നു, ഹിലാല് തന്നെ താലി ആയ നിലയിൽ. അപ്പോൾ ഹിലാൽ ഖബറാണ്, അതിന് ഹാല് താലിയ എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ചിലപ്പോൾ സാഹിബുൽ ഹാൽ എന്താ ജാർ മജ്റൂറാവും, മജ്റൂറാവും. മറർത്തു ബി സഈദിൻ, മറർത്തു ബി സഈദിൻ ദാഹിക്കൻ, കണ്ടോ? ദാഹിക്കായ നിലയിൽ, സഈദ് ദാഹിക്കായ നിലയിൽ അവൻ്റെ അരികിലൂടെ ഞാൻ നടന്നു. അപ്പോൾ ജാർ മജ്റൂർ. അപ്പം അങ്ങനെയൊക്കെ വരും. പിന്നെ മുബ്തദ എന്ന് വരുന്ന മുബ്തദ എന്നും വരും. സിബവി ഹിമാമിൻ്റെ അഭിപ്രായം അതാണ്, ഭൂരിഭാഗം ആളുകളും തടഞ്ഞതാണ്, അതിൽ ഖിലാഫുണ്ട്. ആ നിലക്ക് അവസാനത്തിലൊരു പദ്യം വരുന്നുണ്ട്, അവിടെ നമുക്ക് പറയാം, നോക്കാം. ഇനി നിബന്ധനകൾ പറയാം. വശർത്തുഹായി, ഹാലിൻ്റെ നിബന്ധന തൻകീറു, അത് നെക്കിറയാക്കലാണ്. അതിനെ നെക്കിറാക്കണം, ഹാലിനെ നെക്കിറയാക്കണം. സിഫത്തിൻ്റെ മാനുള്ള നെക്കിറാണല്ലോ. ഫൈൻ ജാത്ത് ബി ലഫ്ദിൽ മാരിഫന്, മാരിഫൻ്റെ ലഫ്ദിൽ എങ്ങനെ വന്നാലോ ഹാല് വജബത്ത് തഅ്വീലുഹ, അപ്പം അതിനെ തഅ്വീൽ ചെയ്യൽ നിർബന്ധമാകുന്നു. ബി നെക്കിറത്തിൻ, നെക്കിറ കൊണ്ട് തഅ്വീൽ ചെയ്യൽ നിർബന്ധമാണ്. ഇതുപോലെ നഹ്വി ഇജ്തഹിദ്, നീ പരിശ്രമിക്ക്, വഹ്ദക, വഹ്ദക്. അപ്പോൾ വഹ്ദക് ബമീറിലേക്ക് അറഫുൽ മാരിഫിലേക്ക് ഇദാഫത്ത് ചെയ്തല്ലോ, അപ്പോൾ മുദാഫ് അവിടെ മാരിഫാകുമല്ലോ, വഹ്ദ. അപ്പോൾ അവിടെ തഅ്വീൽ ചെയ്യണം, മുഫ്രദൻ, ഒറ്റപ്പെട്ടുകൊണ്ട്, ഒറ്റപ്പെട്ട നിലയിൽ, അല്ലെ മുൻഫരിദൻ, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ മുൻഫരിദൻ മുഫ്രദൻ എന്ന നേരത്തിന് എന്ന മുസ്തഖ് കൊണ്ട് തഅ്വീൽ ചെയ്യണം. വദ്ഖുലുൽ അവ്വല ഫല്ലവ്വല, അല്ലവ്വല ഫല്ലവ്വല ഉണ്ടോ, മാരിഫ അല്ലുണ്ടല്ലോ. അപ്പോൾ അതിന് തഅ്വീൽ എങ്ങനെ വരും? ഐ മുതറത്തിബീന, ഉണ്ടോ, തുടരെ നിങ്ങൾ തുടരെയായ നിലയിൽ, തുടർച്ചയായിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രവേശിക്കുവിന്ന. അപ്പം അങ്ങനെ തഅ്വീൽ ചെയ്യണം. ഇനിയിവിടെ പറയാത്ത കാര്യങ്ങളുണ്ട്, ജാമിദായിട്ട് വരും. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ സിഫത്ത് എന്താ മുഷ്തഖായിട്ടാണ്, സിഫത്തുകളാണ് വരിക, മുഷ്തഖായിരിക്കും, ജാമിദ് വരൂല. പക്ഷെ ജാമിദ് വരും. ജാമിദ് വന്നാൽ അവിടെ തഅ്വീൽ ചെയ്യേണ്ടി വരും. തഅ്വീൽ ചെയ്യുന്നുണ്ട്, ചെയ്യാത്തതുണ്ട്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പോൾ എന്താ വരിക, ഹാലി ചിലപ്പോൾ തഷ്ബീഹിൻ്റെ അവസ്ഥയിലായിരിക്കും. ഇപ്പോൾ കർറ ഖാലിദുൻ, ഖാലിദ് എന്താണ് ചാടി വീണു, എന്താണ് ചാടി വീണു. അസദൻ, അസദിനെ പോലെ നിലയിൽ എന്ന് പറഞ്ഞാൽ
അസദൻ അവിടെ ജാമിദാണല്ലോ, അപ്പോൾ അവിടെ എന്താ തെവിൽ ചെയ്യണം മുസ്തക്ക് കൊണ്ട്. എങ്ങനെ? ഷുജാഅൻ, ധീരനായ നിലയിൽ. ആണോ? അങ്ങനെ തെവിൽ ചെയ്യണം. ഇങ്ങനെ വേറെ സന്ദർഭങ്ങളൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. അതൊക്കെ ഇനി അൽഫിയയിൽ വരും. ചിലപ്പോൾ എന്താ തെവിൽ ചെയ്യാത്ത സന്ദർഭങ്ങളുണ്ട്. ജാമിദായിട്ട് തന്നെ വരും, പക്ഷെ തെവിൽ ചെയ്യൂല. അതെപ്പോഴാന്ന് പറഞ്ഞാൽ സാഹിബു ഹാലിൻ്റെ ഫർആകുക ഹാല്, അല്ലെ നേരെ തിരിച്ചാകുക. സാഹിബ് ഹാലിൽ നിന്നുള്ള ഫർആകുക ഹാല്, അല്ലെങ്കിൽ ഹാലിൽ നിന്നുള്ള ഫർആകുക സാഹിബു ഹാല്. ഈ സമയത്തൊന്നും തെവിൽ ചെയ്യൂല. ഉദാഹരണം, ഹാദാ ദഹബുക്ക്, ഇത് നിന്റെ സ്വർണ്ണമാണ്. ഖാത്തമൻ, എന്താ മോതിരമായ നിലയിൽ. അപ്പോൾ ആ മോതിരം ഖാത്തം എന്നുള്ളത് ദഹബെന്ന അസിൽ അതിൻ്റെ ഫർആണല്ലോ, അപ്പോൾ ഖാത്തം എന്ന് പറയും. ഇനി തിരിച്ചും പറയാ, യുൽബസുൽ ഖാത്തമു, മോതിരം ധരിപ്പിക്കപ്പെടും. ദഹബൻ, സ്വർണ്ണമായ നിലയിൽ. അപ്പം എന്താ ആ ഹാലിൻ്റെ ഫറായിട്ട് ആര് വന്നു? സാഹിബ് ഹാൽ വന്നു, ഖാത്തം. ഇങ്ങനത്തെതൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അദദിനെ അറിയിക്കുക. ഇപ്പോൾ തമ്മ അദദു തുല്ലാബി, വിദ്യാർത്ഥികളുടെ എണ്ണം പൂർണ്ണമായി. സലാസീന ത്വാലിബൻ, 30 വിദ്യാർത്ഥികളായ നിലയിൽ. ഇങ്ങനെയൊക്കെ വരും ഇൻഷാ അല്ലാഹ്. അതിനെ കൂടുതൽ പഠനങ്ങൾ നമുക്ക് അൽഫിയെന്നൊക്കെ മനസ്സിലാക്കുക. ഏതായാലും നോക്കാം. പിന്നെ പറഞ്ഞ വഷർത്തു സാഹിബിഹ, പിന്നെന്താവണം? അതിൻ്റെ സാഹിബ് ഹാലിൻ്റെ നിബന്ധന. സാഹിബിഹ എന്ന് പറഞ്ഞാൽ ഹാലിൻ്റെ സാഹിബ്, അഥവാ സാഹിബ് ഹാലിൻ്റെ ഷർത്താണ്, നിബന്ധനാണ് ആ താരീഫ്. അതിനെ താരീഫാക്കണം, താരീഫായിരിക്കണം, മാരിഫാക്കണം. കാരണം അന്നഹു, തീർച്ചയായും ഈ സാഹിബുൽ ഹാല് മുഖ്ബറുൻ അൻഹു, അതിനെ തൊട്ട് ഖബർ പറയപ്പെടും. ബിഹ, ആ ഹാല് കൊണ്ട്, ഫിൽ മാന, അർത്ഥത്തിൽ, മാനയിൽ. അതിനെ തൊട്ടാണല്ലോ വിവരം പറയുന്നത്. അതിനെ തൊട്ട് ഹൈഅത്തിനെ ബയാൻ ചെയ്യല്ലേ. അപ്പോൾ ആ ഹാല് കൊണ്ട് അതിനെ തൊട്ട് ഖബർ പറയാണ് മാനയിൽ. അല്ലെങ്കിൽ എന്താക്കണം? ഒന്നുകിൽ മാരിഫാണ്, അല്ല അവി തഖ്സീസ്, അല്ല ഖുസൂസിയത്തുള്ളതാക്കണം. എന്തെങ്കിലും സിഫത്ത് പറഞ്ഞോ ഇദാഫത്ത് ചെയ്ത ഒരു ഖുസൂസിയത്ത് കൊടുക്കണം. തനി നക്കിറേൻ ഔട്ടാക്കണം. അതെങ്ങനെ തഖ്സീസാക്കുക? ബി വസ്ഫിൻ, വസ്ഫ് കൊണ്ട് ഒരു തഖ്സീസ്, പ്രത്യേകത കൊടുക്കുക. ഔ ബി ഇദാഫത്തിൻ, അല്ലെങ്കിൽ ഇദാഫത്ത് കൊണ്ടോ. ഔ ബി മാമൂൽ, അല്ലെങ്കിൽ മാമൂൽ കൊണ്ടോ. എന്തെങ്കിലുമൊക്കെ കൊണ്ടൊരു തഖ്സീസ് കൊടുക്കണം. അല്ലെങ്കിൽ അവിറ്റാമീമു, ഉദാഹരണം വരുന്നുണ്ട്. അല്ലെങ്കിൽ അവിറ്റാമീമു, അല്ലെങ്കിൽ ആമാക്കുക. അപ്പോൾ എന്താ? അതെങ്ങനെ ആമാക്കൽ? ബിയ യക്കൂന ബാദ നഫി, നഫിക്ക് ശേഷം വരൽ കൊണ്ട്. അവ ഇസ്തിഫാമിൻ ഔ നഹ്വിഹി, അല്ലെങ്കിൽ ഇസ്തിഫാമിന് ശേഷം, അല്ലെങ്കിൽ ഔ നഹ്വിഹി, അതുപോലത്തതിന് ശേഷം. അതെന്താ? അത് ഔ നഹ്വിഹി എന്ന് പറഞ്ഞാൽ നഹി, ദുആ, മനസ്സിലായോ? തറജ്ജി, തമന്നി, അർദ്, തഹ്ദീദ്, ഇതൊക്കെ പെടിട്ടോ. ഇവയ്ക്ക് ശേഷം വരാന്നർത്ഥം. അല്ലെങ്കിൽ പിന്നെന്താണ്? അവ തഖീറു അനിൽ ഹാലി, ഹാലിനെ തൊട്ട് പിന്തി വരണം. ഇങ്ങനെ സന്ദർഭങ്ങളാണ്. എന്നോരോന്ന് ഉദാഹരണം നോക്കാം. ഫമിസാലുൽ മാരിഫത്തി, മാരിഫക്ക് ഉദാഹരണം നോക്കിക്കോളൂ. നഹ്വു ഖുശ്ശഅൻ അബ്സാറുഹും യഖ്റുജൂൻ. കണ്ടോ? ഖുശ്ശൻ, അവരുടെ ദൃഷ്ടികൾ താഴ്ന്നവരായ നിലയിൽ. ഖുശ്ശാന്റെ ഫായിലാണ് അബ്സാറുഹും. അപ്പോൾ യഖ്റുജൂനന്റെ ദമീറിൽ നിന്ന് ഫായിലാണ് ഖുശ്ശാൻ. അപ്പോൾ ഖുശ്ശാൻ എന്നുള്ള ഹാലു മിൻ ദമീറിൽ ഫായിൽ. യഖ്റുജൂന എന്നുള്ള ഫായിൽ എന്ന ഫായിലിന്റെ ദമീറിൽ നിന്ന് ഹാലാണ്. ഏത്? ഫി യഖ്റുജൂന, യഖ്റുജൂനയിലുള്ള ഫായിലിന്റെ ദമീറിൽ നിന്ന് ഹാലാണ് ഖുശ്ശാൻ എന്നുള്ളത്. വഹുവ അറഫുൽ മാരിഫ്, ദമീറാകട്ടെ മാരിഫുകളുടെ കൂട്ടത്തിൽ അറഫാണല്ലോ. നമ്മൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്, അറഫുൽ മാരിഫ്. അപ്പോൾ അത് ഉദാഹരണമായി. ഇനി വമിസാലുൽ മുഖസ്സസ്, തഖ്സീസ് ചെയ്യപ്പെട്ട തനി നക്കിറ എന്നൊന്ന് ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും ഒരു ഖുസൂസിയത്ത് കിട്ടുക. അങ്ങനെ തഖ്സീസാക്കപ്പെട്ട മുഖസ്സസിന് ഉദാഹരണം നഹ്വു ഫി അർബഅത്തി അയ്യാമിൻ, 4 ദിവസങ്ങളിലായിട്ട്. ആയത്തിൻ്റെ മാക്കബിലെടുത്തൊക്കെ മനസ്സിലാവും എന്താ കൂത്ത് അള്ളാഹു കണക്കാക്കി. സവാഅൻ ലിസ്സായിലീൻ, സായിലീങ്ങൾക്ക് സമമായ നിലയിൽ. അപ്പോൾ ഇവിടെ സവാഅൻ ലിസ്സായിലീൻ, സായിലീങ്ങൾക്ക് ശരിയായ സമമായ അനുപാതത്തിൽ എന്ന് പറഞ്ഞല്ലോ, ആ നിലയിൽ. അപ്പോൾ അർബഅത്തുനിന്ന് ഹാലാണ് സവാ. പക്ഷെ അർബഅത്ത് അയ്യാമിൽ ഇദാഫത്ത് ചെയ്തു, അതുകൊണ്ട് ഖുസൂസിയത്ത് കിട്ടി. ഫസവാഉൻ ഹാലു മിൻ അർബഅത്തിൻ, സവാ എന്നുള്ളത് അർബഅത്തിൽ നിന്നുള്ള ഹാലാണ്. ലിഖ്തിസാസിഹ, അർബഅത്ത് എന്നുള്ളത് ഖുസൂസിയത്ത്, ഒരു പ്രത്യേകത കിട്ടി. ബിൽ ഇദാഫ, ഇദാഫത്ത് കൊണ്ട്. ഫമിസാലുൽ ആമി, ആമിന് ഉദാഹരണം നോക്കുക. നഹ്വു വമാ അഹ്ലക്ന മിൻ ഖർയത്തിൻ ഇല്ലാ ലഹാ മുൻസിറൂൻ. വമാ അഹ്ലക്ന മിൻ ഖർയത്തിൻ, ഒരു ഖർയത്തുകളെയും നമ്മൾ നശിപ്പിച്ചിട്ടില്ല. ഇല്ലാ ലഹാ മുൻസിറൂൻ, അവർക്ക് താക്കീതുകാർ, മുൻസിറീങ്ങൾ അവർക്കുണ്ടായിട്ടല്ലാതെ. അപ്പോൾ ഇവിടെ ഫജുംലത്തു ലഹാ മുൻസിറൂൻ എന്നുള്ളത് ഹാലു മിൻ ഖറിയത്ത, ഖറിയത്തിൽ നിന്ന് ഹാലാണ്. വഹിയ നക്കിറ, അത് നക്കിറയാണ്. ആമ്മത്തുൻ, ആമാണ്. ലിവുഖൂഇഹ ഫി സിയാഖിൻ നഫി, നഫീന്റെ സന്ദർഭത്തിൽ സിയാഖിൽ ആ ഖറിയത്ത് സംഭവിച്ച കാരണത്താൽ. വമാ വന്നല്ലോ.
ഇവിടെ ലഹാമുൻസിറൂൻ എന്നുള്ളതിനെ ചില ആളുകൾ മോരിബീങ്ങൾ അവിടെ സിഫത്ത് ഖറിയത്തിൻ്റെ സിഫത്തായിട്ടും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയും പറഞ്ഞവരുണ്ട്. ഇനി മിസാലുൽ മുഅഖരി പിന്തി വരാന്ന് പറഞ്ഞില്ല, അതിൻ്റെ ഉദാഹരണം നോക്കിയോ. മിസാലുൽ മുഅഖരി നഹു ഖൗലിഹി, ഷായറിൻ്റെ ഖൗല് പോലെ ലിമയ്യത മൂഹശൻ തലലുൻ യലൂഹു കഅന്നഹു ഖിലലുൻ. ലിമയ്യത മയ്യത്ത കൊണ്ട്, മൂഹശൻ മൂഹശൻ എന്നാണ്, മോഹിഷ് എന്ന് പറഞ്ഞാൽ അഫ്വൻ. ലിമയ്യത്തെ കൊണ്ട് മൂഹശൻ ഔഹശ, മൂഹശൻ എന്ന് പറഞ്ഞാൽ ജനവാസമില്ലാതാക്കപ്പെട്ടതാ സ്ഥലം. അപ്പോൾ മയ്യത്തെ കൊണ്ട് മൂഹശൻ എന്താണ് ആളില്ലാത്ത ജനവാസമില്ലാത്ത ആൾതാമസമില്ലാതാക്കപ്പെട്ട നിലയിൽ. തലലുൻ എന്ന് പറഞ്ഞാൽ ആസാറുകൾ, വീടിൻ്റെ അവശിഷ്ടങ്ങൾ. അപ്പോൾ തലലിൻ്റെ മുബ്ത മുഅഖറാണ്. തലൽ വീടിൻ്റെ അവശിഷ്ടങ്ങൾ. മയ്യത്തെ കൊണ്ട് മൂഹശൻ, ആ തലൽ തന്നെ എന്താണ് ആൾതാമസമില്ലാത്ത നിലയിൽ, ആൾതാമസമില്ലാതാക്കപ്പെട്ട നിലയിൽ. യലൂഹു അത് മിന്നുന്നു, തിളങ്ങുന്നു. കഅന്നഹു ഖിലലുൻ അതേതുപോലെ, തീർച്ചയായും അത് ഖിലൽ തോല് കൊണ്ടുള്ള വാളുറ പോലെയായ നിലയിൽ ഉണ്ടാവും. അപ്പം നമുക്ക് അവിടെ ഷാഹിദ് എന്താ, ഇവിടെ ഔഹശ ആൾതാമസമില്ലാതെ ലാസിമാണ്. അപ്പോൾ ഔഹശ മൂഹിഷ് എന്നാക്കിയാൽ മതി. ചിലർ മൂഹാന്ന് കാണുന്നുണ്ട്, മൂഹിഷ് എന്നാക്കാം. അപ്പോൾ ഈ മയ്യത്തെ കൊണ്ട് മൂഹിഷുൻ ആൾതാമസമില്ലാത്ത നിലയിൽ തൊലലുൻ വീട്ടവശിഷ്ടങ്ങൾ എന്നാണ്. അപ്പോൾ നമുക്ക് ഷാഹിദ് ഇവിടെ എന്താണ്, മൂഹിഷൻ എന്ന് വന്നിട്ടുണ്ട്. ഹാല് അതെന്താ, സാഹിബ് ഹാലിനേക്കാളും മുന്തി വന്നു. സാഹിബ് ഹാൽ അവിടെ നെക്രാൻ പറ്റിക്കാല, ഹാലിനെ തൊട്ട് പിന്തി തൊലലു കണ്ടോ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു തെളിവും കിട്ടി. മുബ്തദന്ന് ഹാല് വന്നു എന്ന സിബവഹിമാമിൻ്റെ അഭിപ്രായം വെച്ചാവും. മുബ്തദന്ന് ഹാല് വരിക, അത് സിബവഹിമാമൊക്കെ അഭിപ്രായക്കാരനാണ്. അത് പറ്റൂല എന്ന് പറഞ്ഞ ആളുകൾ അപ്പം എന്ത് ചെയ്യൂല്, അപ്പോൾ ഓല് മോഹിഷ് എന്നുള്ളതിനെ ജാറ മജറൂറുള്ള മുസ്തത്തിറ ദമീറിന് ഹാലാക്കും, അങ്ങനെ ആക്കും. ഇത് മുബ്താന്ന് ഹാല് വരാൻ നിൽക്കുമ്പോൾ നമുക്ക് തൊലലിൽ നിന്ന് ആക്കാം. മനസ്സിലായോ? അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ്. അപ്പോൾ ഫമൂഹിഷൻ എന്നുള്ളത് ഹാലും മിൻ തൊലലുൻ എന്ന് പറഞ്ഞ മുബ്താ എന്നുള്ള ഹാലാണ്. വഹുവ നെക്കിറത്തുൻ, അത് നെക്കിറയാകുന്നു. കാരണം ലിതഅഖുരിഹി അനിൽ ഹാലി, എന്തുകൊണ്ടാണ് ഹാലിനെ തൊട്ട് ഹാലിനെ തൊട്ട് തൊലലുൻ എന്നുള്ളത് പിന്തി വന്നിട്ടുണ്ട്. അപ്പോൾ സാഹിബ് ഹാല് പിന്തി വന്നു, അപ്പോൾ നെക്കിറാവാൻ പറ്റും. ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബാക്കി കാര്യങ്ങളൊക്കെ അധികരിച്ച് നമ്മൾ അൽഫിയയിൽ വരും.